പലസ്തീനിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിന് തിരിച്ചടിക്കുന്ന ഹൂത്തികൾക്ക് നേരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. എന്നാൽ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരപ്രകാരം യമനിലെ ഹൂത്തികൾ ചെങ്കടൽ തുറമുഖമായ ഹൊദൈദിൽ പുതിയ റെയ്ഡുകൾ നടത്തിയതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം. അതേസമയം അമേരിക്ക യമനിൽ നടത്തിയ ആക്രമണത്തിൽ മരണം 53ആയി. ഹൂതികൾക്ക് നേരെയാണ് ആക്രമണമെന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും കൊല്ലപ്പെട്ടവരിൽ 5 കുട്ടികളും സ്ത്രീകളുമുണ്ട്. ഇവരാരും ഹൂതി സേനയുടെ പോരാളികളല്ല. അതിനാൽ ഹൂതികളുടെ പേരിൽ യമനിൽ ആക്രമണം കടുപ്പിക്കുകയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയതിന് പിന്നാലെയാണ് യമനിൽ കനത്ത ആക്രമണം നടന്നത്. ചെങ്കടലിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം പുനരാരംഭിക്കുമെന്ന ഭീഷണിയിൽ നിന്ന് വിമത സംഘം പിന്മാറുന്നതുവരെ യമനിലെ ഹൂത്തികളുടെ നേതൃത്വത്തിലുള്ള പ്രദേശങ്ങളിൽ ആക്രമണം തുടരുമെന്നാണ് അമേരിക്ക അറിയിച്ചിട്ടുള്ളത്. നിങ്ങളുടെ സമയം കഴിഞ്ഞു, നിങ്ങളുടെ ആക്രമണങ്ങൾ ഇന്നു മുതൽ നിർത്തണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ നരകം നിങ്ങളുടെ മേൽ വർഷിക്കും എന്നാണ് ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തത്. ഹൂതി വിമതർ ചെങ്കടലിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുകയും അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് ദോഷം വരുത്തുകയും ചെയ്തതിനുള്ള മറുപടിയായാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഹൂത്തികളെ നേരിടുന്നതിൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിഷ്ക്രിയത്വം കാണിച്ചെന്നും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ഈ മാസം ആദ്യം ഇസ്രായേലിൻ്റെ സഖ്യകക്ഷിയായ അമേരിക്ക ഹൂതികളെ വിദേശ ഭീകര സംഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. 2023 മുതൽ അവർ രാജ്യത്തിൻ്റെ യുദ്ധക്കപ്പലുകളെ 174 തവണയും വാണിജ്യ കപ്പലുകളെ 145 തവണയും ആക്രമിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചു. ഇതിന് പിന്നാലെയാണ് ഭീകര സംഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. യമനോട് ചേർന്നുള്ള ബാബൽ മന്ദിബ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകളെയാണ് ഹൂതികൾ കഴിഞ്ഞ ദിവസം ആക്രമിച്ചത്. ഇസ്രായേൽ ഗസയിൽ ആക്രമിക്കാൻ തുടങ്ങിയതോടെയാണ് ഇസ്രായേലിനെ പിന്തുണക്കുന്ന രാജ്യങ്ങളുടെ 100-ലേറെ കപ്പലുകൾ ഇതുവരെ ഹൂതികൾ ആക്രമിച്ചിട്ടുള്ളത്. ഇതോടെ ഈ മേഖല വഴി കപ്പലുകൾ പോകാത്ത അവസ്ഥയുണ്ടായിരുന്നു. US പടക്കപ്പലുകൾക്ക് നേരെ പലപ്പോഴായി ഡ്രോൺ ആക്രമണവും ഹൂതികൾ നടത്തിയിരുന്നു. ഗസയിലേക്ക് അവശ്യ വസ്തുക്കൾ തടഞ്ഞാൽ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടാകുമെന്ന് ഈയിടെയാണ് ഹൂതികൾ വീണ്ടും പറഞ്ഞത്. ഇതിന് പിന്നാലെ അമേരിക്കൻ കപ്പലിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. ഇതിനുള്ള തിരിച്ചടിയായാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത്. ഹൂതികളുടെ ആക്രമണശേഷി ഇല്ലാതാക്കും വരെ ആക്രമണം തുടരുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ആഗോള ഷിപ്പിംഗ് സർവീസിനെ ആക്രമിക്കുന്നത് ഒഴിവാക്കും വരെ ആക്രമണം നടത്തുമെന്ന് US നാവികസേനയും വ്യക്തമാക്കിയിട്ടുണ്ട്. യമനിൽ US കരയാക്രമണം നടത്തില്ലെന്നും റൂബിയോ പറഞ്ഞു. നിരവധി ഹൂതി നേതാക്കളെ കൊലപ്പെടുത്തിയതായി അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മിഖായൽ വാൾസ് അവകാശപ്പെടുന്നു. ഇറാനാണ് ഹൂതികൾക്ക് ഫണ്ട് നൽകുന്നതെന്നും ഇറാന് ഇത് മുന്നറിയിപ്പാണെന്നും അദ്ദേഹം പറയുന്നു. ട്രംപും ഇറാനെതിരെ ഇക്കാര്യത്തിൽ ഭീഷണി മുഴക്കിയിരുന്നു. ഹൂതി ഭീകരർക്കുള്ള പിന്തുണ ഉടൻ അവസാനിപ്പിക്കണം. അമേരിക്കൻ ജനതയെ, അവരുടെ പ്രസിഡന്റിനെ, ലോകമെമ്പാടുള്ള ഷിപ്പിംഗ് പാതകളെ ഭീഷണിപ്പെടുത്തരുത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ സൂക്ഷിക്കുക, കാരണം അമേരിക്ക അതിനുള്ള കണക്ക് ചോദിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. അതേസമയം US ആക്രമണത്തിൽ 53 പേർ കൊല്ലപ്പെട്ടതിന് പുറമെ 101 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൂതികൾ സ്വതന്ത്രമായ തീരുമാനമെടുക്കുമെന്നും യമനിൽ നിരപരാധികളെ കൊല്ലുന്നത് US അവസാനിപ്പിക്കണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി പറഞ്ഞു. US വ്യോമാക്രമണത്തെ നേരിടാൻ പൂർണ്ണ സജ്ജരാണെന്ന് ഹൂതി പൊളിറ്റിക്കൽ ബ്യൂറോ നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. യമനു നേരെ US നടത്തുന്ന കുറ്റകൃത്യത്തിന് കണക്ക് ചോദിക്കാതെ പോകില്ലെന്ന്, ക്രൂരമായ കൂട്ടക്കൊലയാണ് US നടത്തുന്നതെന്നും ഹൂതികൾ അറിയിച്ചു. Waytonikah.com, the exclusive Muslim matrimonial site.